പ്രേക്ഷക മനം നിറച്ച് എന്ന് സ്വന്തം പുണ്യാളൻ. രണ്ടാം വാരവും പുണ്യാളൻ. വൈബിൽ തിയേറ്ററുകൾ. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഉൾപ്പെടെ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഫാമിലി, ഫാന്റസി, സസ്പെൻസ് ത്രില്ലറായെത്തി തിയേറ്ററുകൾ നിറച്ചിരിക്കുകയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഏറെ രസകരമായ കഥയും കഥാപാത്രങ്ങളും ചേർത്തുവെച്ച് പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നവാഗത സംവിധായകനായ മഹേഷ് മധു. ഒരു പൊൻകുരിശും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളുമായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ഫാദർ തോമസ് ചാക്കോ എന്ന കൊച്ചച്ഛന്റെ ജീവിതം മുൻനിർത്തിയാണ് സിനിമയുടെ ഭൂരിഭാഗവും മുന്നോട്ടു പോകുന്നത്. മറ്റ് കഥാപാത്രങ്ങളെല്ലാം ഈ കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായാണ് ചിത്രത്തിലുള്ളത്. മെസപ്പൊട്ടോമിയയിലെ ഒരു രാജാവും അദ്ദേഹത്തിന്റെ ഉടവാളും ഇലാഹി രാജവംശത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെയായി കൗതുകമുണർത്തുന്ന രീതിയിലാണ് സിനിമയുടെ ആരംഭം. പിന്നീട് കേരളത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് കഥ എത്തുകയാണ്. അവിടെ കിഴക്കേ പൊട്ടൻകുഴിയിൽ ചാക്കോയുടെ ചില സങ്കടങ്ങളിലേക്കാണ് പിന്നീട് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. വീട് നിറയെ പെൺകുട്ടികളാണ് കിഴക്കേ പൊട്ടൻകുഴിയിൽ ചാക്കോയ്ക്ക്. ഒരു ആൺകുട്ടിക്ക് വേണ്ടി ചാക്കോയും ഭാര്യയും നടത്താത്ത നേർച്ച കാഴ്ചകളില്ല. ഒടുവിൽ സിദ്ധവൈദ്യൻ മുനിയാണ്ടി വൈദ്യരുടെ സ്പെഷ്യൽ ലേഹം സേവിച്ചതോടെ കാത്തിരിപ്പിന് അവസാനമായി. ആറ്റുനോറ്റിരുന്ന് ഒരു ആൺതരി പിറന്നപ്പോൾ മകനെ സെമിനാരിയിൽ അയപ്പിച്ച് പഠിപ്പിക്കാമെന്ന നേർച്ചയായിരുന്നു ചാക്കോയുടെ ഭാര്യ നേർന്നത്. അങ്ങനെ തോമസ് ചാക്കോ എന്ന കുട്ടി വളർന്നു വലുതാകുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയായി ആദ്യ അവസാനം നർമ്മവും സസ്പെൻസും ഫാന്റസിയും ഒക്കെ നിറച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ത്രെഡാണ് സിനിമയുടേത്. ആദ്യ വാരത്തിലെ പോലെ തന്നെ രണ്ടാം വാരത്തിലും തിയേറ്ററിൽ പ്രേക്ഷകരുടെ തിരക്കാണ്. ഒറ്റയ്ക്കല്ല, കുടുംബസമേതം പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശ്യാം GM ആന്റണി കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ അർജുൻ അശോകനും പാലു വർഗീസും അനശ്വര രാജനും മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. പ്രായഭേദമന്യേ ഏവർക്കും ഏറെ രസകരമായി ചെറിയ സസ്പെൻസും ഫാന്റസിയും ഒക്കെയായി കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണെന്നാണ് പ്രേക്ഷകാഭിപ്രായം. കുടുംബ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് ഒരുക്കിയിരിക്കുന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ ഫാമിലിയുടെ പൾസറിഞ്ഞ് സിനിമയൊരുക്കുന്നതിൽ മഹേഷ് വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ എത്തിയ ചിത്രം തിയേറ്ററുകളിൽ സൈലന്റ് ഹിറ്റടിക്കുമെന്നാണ് ആദ്യ ദിനങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്ക് സൂചിപ്പിക്കുന്നത്. ഫാദർ തോമസ് ചാക്കോ എന്ന പള്ളിയിലച്ചൻ വേഷത്തിൽ ബാലു മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ഇഷ്ടമില്ലാതെ അച്ഛനാകാൻ പോകുന്നതിന്റെ വ്യസനവും അച്ഛനായ ശേഷവും ജീവിതത്തിൽ ഒന്നും ചെയ്യാനാകാതെ പോകുന്നതിന്റെ നിരാശയും താൻ അറിയാതെ ചില പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നതിന്റെ ഭയവും ഒക്കെയായി സമ്മിശ്ര വികാരങ്ങൾ മിന്നിമറയുന്ന വേഷം ബാലു പ്രേക്ഷകരെ പിടിച്ചിരുത്തും വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം അർജുൻ അശോകൻ, അനശ്വര രാജൻ ഇവരുടെ ശ്രദ്ധേയ പ്രകടനങ്ങളും സിനിമയുടെ ഹൈലൈറ്റ് ആണ്. ഒപ്പം ബൈജു, അഷ്റഫ്, മീനാരാജ് പള്ളുരുത്തി, വിനീത് വിശ്വം, സിനോജ് വർഗീസ്, സുർജിത തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിലുണ്ട്. ട്രൂത്ത് CKS പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ ലിഗോ ജോൺ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രണദീപ് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളും ശ്യാം CS സംഗീതവും സോബിൻ സോമന്റെ ചിത്ര സംയോജനവും അനീസ് നാടോടിയുടെ കലാസംവിധാനവും ഒക്കെ സിനിമയുടെ പ്രധാന ആകർഷണങ്ങളാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോഷി തോമസ് പള്ളിക്കൽ, ഛായാഗ്രഹണം രണദീപ്, സംഗീതം ശ്യാം CS, എഡിറ്റർ സോബിൻ സോമൻ, പ്രൊഡക്ഷൻ കൺട്രോളർ സുരേഷ് മിത്രാഗരി, പ്രൊഡക്ഷൻ അസോസിയേറ്റ് ജുബിൻ അലക്സാണ്ടർ, സെബിൻ ചെരകാടൻ, മാത്യൂസ് P ജോസഫ്, പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുനിൽ കരിയാട്ടുകര, വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ, ആർട്ട് ഡയറക്ടർ അപ്പു മാരായി, സൗണ്ട് ഡിസൈൻ അരുൺ S മണി, സൗണ്ട് മിക്സിംഗ് കണ്ണൻ ഗണപതി, കാസ്റ്റിംഗ് ഡയറക്ടർ വിമൽ രാജ് S, VFX ഡിജി ബ്രിക്സ്, ലിറിക്സ് വിനായക് ശശികുമാർ, കളറിസ്റ്റ് രമേശ് CP, ആക്ഷൻ ഡയറക്ടർ ഫീനിക്സ് പ്രഭു, മേക്കപ്പ് ചയൻ പൂകുളം, അസോസിയേറ്റ് ഡയറക്ടർ സാൻവിൻ സന്തോഷ്, ഫിനാൻസ് കൺട്രോളർ ആഷിക് KS, ചിൽസ് ജെഫിൻ ബിജോയ്, പബ്ലിസിറ്റി ഡിസൈൻസ് എല്ലോട്ടോത്ത് ഡിസൈൻ സീറോ ഉണ്ണി, മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് അനന്തകൃഷ്ണൻ, PR PRO ശബരി.